Q Developers Comedy Super Night. ഏവർക്കും സ്വാഗതം ചിരിയരങ്ങിലെ വർണ്ണ കാഴ്ചകളിലേക്ക്. ഇത് കോമഡി സൂപ്പർ നൈറ്റ് 2. പോലീസാണ് താരം, സൂപ്പർ താരം, നല്ല മിന്നും താരം, കള്ളന്മാരെ കൊള്ളക്കാരെ വെൽക്കം ടു സെൻട്രൽ ജയിൽ. പോലീസാണ് താരം, സൂപ്പർ താരം, നല്ല മിന്നും താരം, കള്ളന്മാരെ കൊള്ളക്കാരെ വെൽക്കം ടു സെൻട്രൽ ജയിൽ. മറിയക്കുട്ടി, നീ ഇതെപ്പോഴാ സെല്ലിന്റെ അകത്ത് പോയത്? ഞാനല്ലല്ലോ, സാറല്ലേ സെല്ലിന്റെ അകത്ത് ഇരിക്കുന്നത്. ഞാനാണ് സെല്ലിന്റെ അകത്ത്. അതെ, നമ്മുടെ പഴയ വനിതാ കോൺസ്റ്റബിൾ മായാനെ വിളിച്ചപ്പോ മൊത്തം മായയായി പോയി. അല്ല, ഇതെന്താ ഈ പെണ്ണുങ്ങളെ കൊണ്ട് ഇങ്ങോട്ട്? ഓ, ഒന്നും പറയണ്ട എന്റെ സാറേ. ഒന്ന് പറ മറിയക്കുട്ടി. അപ്പുറത്തെ സെല്ലിലെ ഓട് പൊട്ടിയിട്ട് ചോർച്ചയാ, പോരാത്തതിന് ഒരു പൂച്ചയും പറ്റി കിടക്കുന്നു. അത് കാരണം നമ്മുടെ സൂപ്രണ്ട് സാർ പറഞ്ഞു ഇവളുമാരെ തൽക്കാലത്തേക്ക് ഇതിനകത്തോട്ടിടാൻ. അതേതായാലും സൂപ്പറായി. നമസ്കാരം, ഞാനാണ് ഇവിടുത്തെ മേൽനോട്ടം. ഇനി ഒന്നും കൊണ്ട് പേടിക്കേണ്ട കാര്യമില്ല, ഞാൻ ഉണ്ടാവും എല്ലാത്തിനും കേട്ടാ. സാറേ, എന്റെ അടുക്കെ കളിതമാശ പറയണ പോലെ ഇവളുമാരുടെ ഒക്കെ ചെല്ലണ്ട. ഇല്ലേ, ഇത് അവള് നിൽക്കുന്നുണ്ടോ? അവള് ഭർത്താവിനെ 16 വെട്ട് വെട്ടി കൊന്നതാണേ. ഇപ്പറ നിൽക്കുന്നുണ്ടോ? അമ്മായിയമ്മേനെ വിഷം കൊടുത്തു കൊന്ന കേസാ. ഇവളാണെങ്കിൽ ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ട് വേണം ഒരുത്തനെ കൂടെ കൊല്ലാനെന്നാ അവിടെ ജാതകത്തിൽ എഴുതി വെച്ചിരിക്കുന്നത്. ഈ ജാതകം എഴുതണോമാരെ വേണം ആദ്യം ഇതിന്റെ അകത്ത് കയറി പൂട്ടാൻ. പെണ്ണുങ്ങൾ കയറി വന്നപ്പോഴത്തേക്ക് ഇളിച്ചോണ്ട് നോക്കിക്കാണണ്ട. കേറിപ്പോ, കേറിപ്പോ, എല്ലാം അങ്ങോട്ട് ഇങ്ങോട്ട്. നിങ്ങളിങ്ങോട്ട് വാ, നിങ്ങളിങ്ങോട്ട് വാ. ഇറങ്ങ്. എടാ, നിങ്ങളങ്ങോട്ട് പോയാ ഇങ്ങോട്ട്. എടി മറിയക്കുട്ടി, ഇങ്ങോട്ട് വാടി, ഇങ്ങോട്ട്. നീ വാടി ഇങ്ങോട്ട്. വിളിക്കാം, ഇങ്ങോട്ട് വാ. ഇങ്ങോട്ട് ഇങ്ങോട്ട്. എന്ത് കാരണത്താലാണ് ഇവരിങ്ങോട്ട് കൊണ്ടുവന്നതെന്ന്? അവിടെ പൂച്ച വെറ്റി കിടക്കുന്നു. അവിടെ പൂച്ച വെച്ചോളൂ. അങ്ങോട്ട് കയറ്റി കഴിഞ്ഞാൽ ഈ 3 ഇവിടെ പെറും കേട്ടാ. ഇതിലോ? അറിയാലോ, നാളെ നമ്മുടെ സുകുമാരൻ സാർ റിട്ടയർഡ് ആവുകയാണ്. സാറ് പറയാതെ എനിക്കറിയാം. അപ്പൊ റിട്ടയർഡ് ആകുമ്പോൾ ഈ എസ് ഇരിക്കുന്ന കസേര ചാക്കിരിക്കും. അയ്യോ, ഈ കസേരയിൽ എന്നത്തിനാ ചാക്കിനെ വെക്കുന്നത്? ചന്തയിൽ പോയി പച്ചക്കറി മേടിച്ചിട്ട് വന്ന ചാക്ക് ഒരു ഒറ്റ കീറാൻ വെച്ചാൽ അതല്ല പറഞ്ഞത്. എസ് ഐ മാറിക്കഴിഞ്ഞാൽ ഈ എസ് ഐ ചാക്കോ ആയിരിക്കും ഈ കസേരയിൽ നിന്ന്. അങ്ങനെ ഞാൻ എസ് ഐ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ മറിയക്കുട്ടി ഒന്ന് വിചാരിച്ചൊന്ന് മറിഞ്ഞ് ഇവിടെ ഒരു കുട്ടി ഉണ്ടാകും. സാറേ, അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ. അല്ല, മറിയക്കുട്ടി ഇവിടെ ഡ്യൂട്ടിക്ക് ഉണ്ടാകും. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്, മനസ്സിലായ? സാറേ, ഈ കല്ലമ്പരിപ്പ് എന്റെ കലത്തിൽ വേവിക്കാൻ നോക്കല്ലേ. അല്ല, കാണം വിറ്റ് ഓണം ഉണ്ണാണെന്നാണല്ലോ ചൊല്ല്. കാണോ വിറ്റോ ഓണോ വിറ്റോ, ഈ വിറ്റ് എന്റെ അടുക്ക് ഇറക്കണ്ട. ആ വിറ്റ് അങ്ങ് ചീറ്റി. സാറിന് ഇതുപോലുള്ള കാര്യം പറയാനല്ലോ നല്ല സാമർത്ഥ്യം. ഇവിടുന്ന് ചാടിപ്പോയ ആ പ്രതിയെ പിടിച്ചിരുന്നെങ്കിലേ എസ് ഐ സുമാര സാറിന്റെ തൊപ്പിയിൽ ഒരു പൊന്തൂവൽ കൂടെ കേറിയാൽ. അയ്യോ, അങ്ങേരുടെ തലയിൽ പൊന്തൂവല് കയറിയിട്ട് എന്താ കാര്യം? ആ പൊന്തൂവല് ഇങ്ങനെ അങ്ങ് എടുക്കും, ചെവിയിലിട്ട് 4 ഇളക്കി ഇങ്ങനെ സുഖിച്ച് അത് മുഴുവൻ വൃത്തികേടാക്കും. അപ്പൊ എന്റെ പേരിലാണ് ആ പൊന്തൂവൽ വിചാരിച്ചോളും. ഞാൻ ഒന്ന് പോയി അവരുടെ വീട്ടിലേക്ക് പിടിക്കാനായിട്ട് അവിടെ ചെല്ലണ വഴി എന്നെ കണ്ടു. അപ്പൊ തന്നെ അവൻ ഇറങ്ങി ഒറ്റ ഓട്ടം. എന്നിട്ട് ഓടി. ഞാൻ വിടുവോ? വിടൂല. ഞാൻ ഓടി അവന്റെ പുറകെ. അവൻ ഓടി ചെന്നൊരു ചായക്കട കത്തി കയറി. ചായക്കട കത്തി ഞാൻ പുറകെ ഓടി ചെന്ന് കഴിഞ്ഞപ്പോ എന്നെ കണ്ടതും ചായക്കട നിറഞ്ഞ ഒറ്റ ഓട്ടം. ഞാൻ വിടുവോ? വിടൂല. അങ്ങനെ ഞാൻ ചായക്കട നിറഞ്ഞ് പുറകോട്ടാണ് പോയിക്കൊണ്ടിരുന്നപ്പോ ഞാൻ ജസ്റ്റ് ഒന്ന് പുറകോട്ട് തിരിഞ്ഞു നോക്കിയപ്പോഴില്ല ചായക്കടക്കാരി മുഴുവൻ എന്റെ പുറകെ. ഇവൻ ചായ കുടിച്ച കാശ് കൊടുത്തില്ല, ഞാൻ കൊടുക്കണോന്ന്. അത് നോക്കാതെ ഞാൻ വെച്ചാലക്കി. ഞാൻ വിടുവോ അവന്? വിടൂലടാവേ. ഞാൻ ഓടി ഒരു വെയിറ്റ് സ്റ്റേഷന്റെ അവിടെ ചെന്നപ്പോ എന്തായാലും ഇവനെ കൊണ്ടൊന്ന് കൊടുക്കാന്ന് വിചാരിച്ചു ബെൽറ്റ് അങ്ങ് വലിച്ചൂരി അടിക്കാൻ അങ്ങ് തുടങ്ങുകയല്ല. അടിക്കാൻ പറ്റിയില്ല. ഈ ബെൽറ്റ് ഊരി അപ്പൊ തന്നെ എന്റെ പാന്റ് കൂർന്ന് താഴെ പോയി. ചേന്ന് ആ വെയിറ്റ് സ്റ്റേഷനിൽ നിന്ന് ആൾക്കാർ മുഴുവൻ പറഞ്ഞു. അതുകൊണ്ട് ഞാൻ അങ്ങനെ വലിച്ചു കയറ്റിട്ടിട്ട് ഇവന്റെ പുറകെ വെച്ചളിക്കി. ഒന്ന് പുറകോട്ട് തിരിഞ്ഞു നോക്കിയപ്പോ വെയിറ്റ് സ്റ്റേഷനിൽ നിന്ന് ആൾക്കാർ എന്റെ പുറകെ. അവരെ ഞാൻ തുണി ഉരിഞ്ഞു കാണിച്ചെന്ന്. നേരെ ഓടി വെച്ചളിക്കി അവിടെ ചെന്ന് ഇവനെ ഞാൻ ഒരു ജംഗ്ഷനിലിട്ട് പൂട്ടി. അവിടെ ചെല്ലണ വഴി കയ്യോ അങ്ങനെ ഒറ്റ കിണത്തായിരുന്നു. സ്പ്രിങ് ഇങ്ങനെ കറങ്ങി പോകും പോലെ പഴം തൊലി ഉരിഞ്ഞ പോലെ ഒറ്റ കടമ്പ. പിടിച്ചില്ല. എന്റെ ബോധമൊക്കെ തെളിഞ്ഞു വന്നപ്പോഴത്തേക്കും അവന്റെ പാട്ടിന് പോയി. സാറേ, നിന്റെ ചുറ്റിനുള്ളതൊന്നും കാണാൻ പറ്റുന്നില്ല അല്ലേ?
നിങ്ങളുടെ ചുറ്റിനുള്ളതൊക്കെ എനിക്ക് കാണാടാ. യ്യോ, എസ് സാർ, എസ് സാർ. ആറ് പൊക്കം, 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 പൊക്കം. വാ എല്ലാരും വാ, 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 വാ. എല്ലാരും വാ, എല്ലാരും വാ, എല്ലാരും വാ. വാ, വാ, വാ. എല്ലാരോടും ഒരു കാര്യം പറഞ്ഞു. ഞാൻ ഇന്നത്തെയും കൂടിയേ ഉള്ളു. അപ്പൊ താൻ നാളെ ചാവാൻ പോവാണ്. ആരാ ഏതാ ഈ ഭ്രാന്തൻ? അത് ഭ്രാന്തനല്ല, തീവ്രവാദിയാണോ? തീവ്രവാദി അല്ലെന്ന്. ഭീകരവാദിയാണോ? ഭീകരവാദി അല്ലെന്ന്. പിന്നെ ആരാന്ന്? ബസ്സിലെ കിളിയാണ്. ബസ്സിലെ ക്ലീനെ കൂട്ടിലടക്കാണെങ്കിൽ ചങ്ങല കെട്ടിയാണോ കൊണ്ടുപോയിട്ടേക്കണത്? എങ്ങനെ കെട്ടാതിരിക്കും? ആ. ഇവൻ ബസ്സിൽ കയറി കഴിഞ്ഞാൽ അപ്പൊ തന്നെ പെണ്ണുങ്ങളെ ഞോണ്ടലാ കൈ കൊണ്ട് കാലിട്ട് ഒറ്റ ഇക്കിളിയാക്കല്. ഇവനോ? ആ, നാട്ടുകാർ ഇവിടെ കെട്ടി ഇവിടെ കൊണ്ടുവന്നാക്കിയതാ. ഇവൻ ഞോണ്ടും അതേന്ന് കാലും കൊണ്ട് ഇക്കിളിയാക്കും. ഭയങ്കര ബുദ്ധിമുട്ട്. ഇവിടെ വാടാ. എന്ത് ഭാഷ ഇവനീ പറയണ? ആർക്കറിയാം? താൻ അവന്റെ കെട്ടഴിച്ച് ഇവൻ തോണ്ടോന്ന് നോക്കട്ടെ. അഴിക്കണോ സാറേ? അഴിക്ക് ഇവൻ തോണ്ടോന്ന് നോക്കട്ടെ. എന്റെ അടുത്ത് വന്ന് പെട്ട ഇവൻ തോണ്ടും അല്ല മാന്ത് പോയിട്ട് ഒന്നും ചെയ്യില്ല. അഴിക്ക് തോണ്ടാ. എല്ലാരോടും കൂടി ഒരു സന്തോഷ വാർത്ത ഞാൻ പറഞ്ഞേക്കാം. പറ സാറേ. എന്റെ റിട്ടയർമെന്റ് പ്രമാണിച്ച് ഇന്നത്തെ സകല ചെലവും എന്റെ വകയാണ്. എല്ലാവർക്കും വയറു നിറയെ ചപ്പാത്തി, പൊറോട്ട, ചിക്കൻ, മട്ടൻ, ആട്, കോഴി എന്ന് വേണ്ട എല്ലാ സാധനവും കളകി. പിന്നെ മറ്റൊരു സന്തോഷ വാർത്ത, എന്റെ വക കിടക്കാൻ നേരത്തെ എല്ലാവർക്കും 2 പെഗ് കൂടി ഉണ്ടാവും. ഡിപ്പാർട്ട്മെന്റ് പ്രശ്നമല്ലേ? സൂപ്രണ്ട് അറിയരുത്. അതെന്റെ ഒരു സന്തോഷത്തിന്. മനസ്സിലായല്ലോ? അപ്പൊ ഇന്നത്തെ ദിവസം എനിക്ക് മറക്കാൻ പറ്റാത്തൊരു ദിവസമാക്കി നിങ്ങൾ എല്ലാവരും തരണം കേട്ടോ. തരണം. ആ ചാകോർ വേണേ സമയം കളയണ്ട. ചാക്കോ പോയിട്ട് ഈ 5-6 കുപ്പിയും ബീറും കടസവും ടച്ചിങ്സ് എല്ലാം മേടിച്ചു. മറിയക്കുട്ടി മുത്തുച്ചിപ്പി പോലൊരു കത്തിനുള്ളിൽ വന്നൊരു കിന്നരിച്ചു പാടുവാനുള്ളിനുള്ളിൽ നിന്നൊരു ശ്രീരാഗം. മൂടൽ മഞ്ഞിൻ കുളിരുള്ള പുലരിയിൽ പാറി പാറി എന്നും നിന്റെ കനമുകളിൽ പരവായി നീ ഒന്ന് പോക്കി കയറി പോയോടുന്നു. മനുഷ്യൻ എങ്ങനെയെങ്കിലും ഒരെണ്ണത്തിന് ഉരുട്ടിക്കൂട്ടി എടുക്കാൻ നോക്കിയപ്പോ അന്നേരം വരും കോർസ് കളിക്കാനായിട്ട്. ആ ഇന്നലെ പുരിമുരുകൻ കാണാൻ വരാന്നോട്ട് ഞാൻ എത്ര നേരം അവിടെ നോക്കി നിന്നറിയോ? ഞാൻ 2 വട്ടം കണ്ടതാ സാറേ. അല്ലെങ്കിലും മറിയക്കുട്ടിക്ക് ഇപ്പൊ പണ്ടത്തെ പോലെ എന്നോടൊരു സ്നേഹം ഇല്ല. സാറേ, ഈ കല്ലം പരിപ്പ് എന്റെ കലത്തിയിട്ട് വേവിക്കല്ലേ. നമ്മൾ രണ്ടുപേരും കൂടി ഒന്ന് ആഞ്ഞിരുന്ന് ഊതി കത്തിച്ചാ ചിലപ്പോ വേവും. സാറേ, വൃത്തിയോട് പറഞ്ഞാലുണ്ടല്ലോ. നൈറ്റ് ഡ്യൂട്ടിക്ക് താല്പര്യമുണ്ടോ? ഒന്നും കൂടി ആട്ടിക്ക്. കാവ്യമാധവന്റെ കറക്റ്റ് അയ്യോ എന്നൂടി പറഞ്ഞേ. അയ്യോ അയ്യോ നയൻതാര ഓ സാറേ, ഓ സാർ എന്നൊന്നുകൂടി പറഞ്ഞേ. ഓ സാറേ, നസ്രിയ നസ്രിയ ഫഹദ് ഫാസിലി ഫഹദ് ഫാസിലി നസ്രിയ നസ്രിയ ഫഹദ് ഫാസിലി. ഇതൊക്കെ കണ്ടുകൊണ്ടൊരു ദുൽഖർ സൽമാൻ ഇവിടെ നിപ്പുണ്ട്. ഒറ്റ ചവിട്ടി ഞാൻ എന്നെ ദുൽഖർ സൽമാൻ ആക്കി കളയും. ഒരു മനുഷ്യനോട് കാര്യം ഞാൻ നോക്കുമ്പോ അപ്പ ഇടക്കിട്ട് കയറിക്കോളും. വേറെ എന്തൊക്കെയുണ്ട് വിശേഷം? ഓ പ്രത്യേകിച്ച് വിശേഷമൊന്നും ഇല്ല സാറേ. നടക്കൂല. നടക്കണം അങ്ങോട്ട്. ഇവിടെ എന്തൊക്കെ നടക്കണം? പ്രഭാരൻ ഇവനെന്താ? അതെ, നാളെ സുകുമാരൻ സാർ റിട്ടയർ ആവുക. അയ്യോ സുകുമാരൻ സാർ നീ കരഞ്ഞു വെറുതെ എന്നെ കൂടി വിഷമിപ്പിക്കല്ലേ. നിനക്ക് വിഷമമുണ്ടെന്ന് എനിക്ക് അറിയാം. എനിക്ക് വിഷമമുണ്ടായിട്ടല്ല, എന്റെ കയ്യിൽ നിന്ന് മേടിച്ച 500 രൂപ എനിക്ക് തന്നിട്ട് പോണോട്ടോ സാറേ. പ്രഭാരാ, വിജയവാഡയിലെ കാസിനോ ഹോട്ടലിൽ നമ്മൾ ഒരുമിച്ച് വിജയവാഡയിലെ കാസിനോ ഹോട്ടൽ അവിടെ ഇവിടെ ഒക്കെ നിന്നോട്ടെ. എന്റെ 500 രൂപ തന്നിട്ട് സാർ പോകും. ഇടയ്ക്കൊക്കെ ഇങ്ങനെ പ്രഭാകരൻ ഭയങ്കര തമാശ. ഈ പ്രഭാകരൻ ഒരു ജീവിതം ഉണ്ടാക്കി കൊടുത്തത് ഞാനാ. പട്ടി അല്ല അല്ല ചാക്കോ സാറേ, ഞാൻ പട്ടിപിടുത്തക്കാരനായിരുന്നു. അവിടെ നിന്ന് ഞാൻ ഇങ്ങനെ പട്ടീനെയൊക്കെ പിടിച്ച് എന്നപ്പോ ഒരു പെണ്ണിനെ കയറി പിടിച്ച് അങ്ങനെ എന്നെ സുകുമാരൻ സാർ അവിടെ നിന്ന് പൊക്കിക്കൊണ്ട് വന്നിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ ഒരു കീച്ചാർന്ന്. എന്നിട്ട് ഈ സാധനം എടുത്ത് തന്നിട്ട് എന്നെ ഇവിടെ കുക്കാക്കി. അത് ശരി. ഇന്നത്തെ ആഘോഷത്തിന്റെ ഫുഡ് കംപ്ലീറ്റ് കൈകാര്യം ചെയ്തോളാം. മറിയക്കുട്ടി കൂടി ഒന്ന് ചെന്നിട്ട് അവനൊന്ന് സഹായിക്കും. ചെല്ലി ആ അടുപ്പൊക്കെ പൂട്ടാനും പാത്രം കഴുകാനോ കേട്ടാ. ചെല്ലി ഞാൻ ആ പരിസരത്തൊക്കെ കറങ്ങി വന്നോളാം.
സാറേ ഈ വനിതാ കോൺസ്റ്റബിൾമാരുടെ പുറകെ ഇങ്ങനെ ഒലിപ്പിച്ച് കിടക്കുന്ന സ്വഭാവം നിർത്തിയില്ലല്ലേ? കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ ഉണ്ടായിരുന്ന മറ്റേ നമ്മുടെ വനജ വനജയുടെ പുറകെ നടന്നിട്ട് വല്ലതും നടന്ന? തന്നോട് ഞാൻ പറഞ്ഞില്ലല്ലേ, വനജയായിട്ട് ഞാൻ മൊബൈലിൽ ഫേസ്ബുക്കിൽ ചാറ്റ് ചെയ്ത് അവസാനം വനജ വീണെന്ന്. പിന്നെ അതേടോ, എന്നിട്ട് വനജ എന്നോട് പറയാ, സാറേ ഒന്ന് വീട്ടിലേക്ക് വരാൻ. പിന്നെ പോ സാറേ, അവിടെ ചുമ്മാ നോണല്ല, സത്യമാണെന്ന്. എന്റെ മേലാകെ പൂത്ത് കയറിയില്ലേ. ഞാൻ രണ്ടും കൽപ്പിച്ച് വനജയുടെ വീട്ടിലേക്ക് വനജയുടെ വീടിന്റെ വാതൊക്കെ എത്തിയപ്പോ ദേള ഇടിയും വെട്ടി മഴ. അത് നോണ. എടാ നോണല്ല, സത്യമാണെന്ന്. ഞാൻ നേരെ വനജയുടെ വീടിന്റെ വാതിലിലേക്ക് വാതിലിൽ മുട്ടി. വനജ വാതിൽ തുറന്നു. നല്ല പളപളാന്ന് തിളങ്ങണ നൈറ്റ് ഡ്രസ് ആയിരിക്കും. എന്തായാലും എന്റെ പൊന്നോ, ഞാൻ നോക്കിയപ്പോ ചുറ്റും എങ്ങും ആരുമില്ല. എന്റെ ദൈവമേ, എന്നിട്ട് പറ. വനജ എന്നോട് പറയുവാ, അകത്തേക്ക് വാ സാറേ എന്ന്. അത് സത്യം നോണയല്ല. എന്നിട്ട് അകത്തും ഒരു കുഞ്ഞു പോലും ഇല്ല. എനിക്കങ്ങോട്ട് അങ്കലാപ്പ് തുടങ്ങിയില്ലേ. അപ്പോഴും പളപളാന്ന് തിളങ്ങണ് വനജയുടെ നൈറ്റ് ഡ്രസ്. ഞാൻ നോക്കിയപ്പോ വനജയുടെ കൊച്ച് കട്ടിലെ കിടന്ന് ഉറങ്ങണം. ഉറങ്ങാണല്ലോ. ഉറങ്ങണ്. എന്നിട്ട് വനജ എന്നോട് ഒറ്റ ഡയലോഗാ, എന്ത് സാറേ ഷർട്ടൂരാൻ. സത്യമാണെന്ന് എന്നോട് ഷർട്ടൂരാൻ പറഞ്ഞു. ഞാൻ അപ്പ തന്നെ എന്റെ ഷർട്ട് ഇങ്ങനെ അങ്ങ് ഊരിട്ട് ഇങ്ങനെ നെഞ്ചും വിരിച്ച് അവക്കടെ മുമ്പിൽ ഒരൊറ്റ നിപ്പാർന്ന്. ഇങ്ങനെ നിന്ന് കഴിഞ്ഞപ്പോ അവള് കൊച്ചിനെ വിളിച്ചോണത്തിട്ട് പറയാ, മര്യാദക്ക് ചോറ് എന്നില്ലെങ്കിൽ ഇതുപോലെ ചുക്കരിച്ച് കോഞ്ഞാട്ട പോലെ പോകുന്നു. അന്ന് ഞാൻ വെറുത്തതായി പെണ്ണെന്ന വർഗത്തിന്. മനസ്സിലായി? ആ അതെ. പിന്നെ എന്റെ റിട്ടയർമെന്റ് പ്രമാണിച്ച് റിട്ടയർമെന്റ് വിചാരിച്ചിട്ട് ഞാൻ സാർ ഇപ്പൊ ഞങ്ങൾക്കൊക്കെ ചെലവ് ചെയ്യുന്നുണ്ടല്ലോ, മദ്യം മേടിച്ച് മറ്റേ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. സാറിന് വേണ്ടി ഞങ്ങൾ ചെറിയൊരു കലാരൂപം, ചെറിയൊരു കലാപരിപാടി നടത്തുന്നുണ്ട്. ആണോ? ഗാനമേളയായിരിക്കും. ഗാനമേളയല്ല, സിനിമാറ്റിക് ഡാൻസ്. സിനിമാറ്റിക് ഡാൻസ് അല്ല, കോമഡി ഷോ. അതൊന്നും അല്ല, പിന്നെ നാടകം. അടിപൊളി അടിപൊളി. അറിയക്കുട്ടി ഓടിവാ നാടകം ഓടിവാ. എന്താ സാറേ, എന്താ സാറേ? കുട്ടി വേണോട്ടോ നാടകം. പിന്നെ ഈ നാടകത്തിൽ 3 കഥാപാത്രങ്ങളാണ്. അത് താനും ഞാനും പിന്നെ മറിയക്കുട്ടി. അതെ, ഒരു നായകൻ, ഒരു നായിക, പിന്നെ മരിച്ചെടുക്കുന്ന ഒരു അച്ഛൻ. വലിയ പ്രാധാന്യം ഒന്നുമില്ലാത്തൊരു കഥാപാത്രം. അപ്പൊ തനിക്ക് ആ റോള് താൻ ചെയ്താൽ മതി. ഞാൻ നായകൻ. ആര് പറഞ്ഞു? ഞാനാണല്ലോ എഴുതിയത്. മറിയക്കുട്ടിയുടെ ഒരു നായകൻ എന്നൊക്കെ പറഞ്ഞ് നിൽക്കുമ്പോ അതിൻ്റെതായിട്ടുള്ള ഒരു മാച്ച് വേണ്ടേ? നീ ഏതാണ്ട് ഈ മൂവാണ്ട മാങ്ങ പഴുത്തി കഴിഞ്ഞാൽ മോന്തമുള്ള നീയൊക്കെ എങ്ങനെ നായകനാണ്? നീ മരിച്ചെടുക്കണ അച്ഛൻ, ഞാൻ നായകൻ, മറിയക്കുട്ടി നായിക. അല്ല സാറേ, ഞാൻ വേണ്ട ഞാൻ പറഞ്ഞ കേട്ടാ മതി. മരിച്ചെടുക്കണ അച്ഛൻ നായകൻ, നായിക. എന്നാ സാറ് മരിച്ചു കിടക്കണം. അല്ലല്ലേ, സാർ നായകൻ, ഞാൻ മരിച്ചു കിടക്കുന്ന അച്ഛൻ അല്ലേ? അപ്പോ മരിച്ചു കിടക്കുന്ന അച്ഛനെ കണ്ടിട്ട് നായിക ഭയങ്കര വിഷമമായിട്ട് കരഞ്ഞോണ്ട് നെഞ്ചിലടിച്ചു വന്ന് മരിച്ചു കിടക്കുന്ന അച്ഛനെ കെട്ടിപ്പിടിച്ച് കവിളത്ത് തുരുതുരുത്തുരാന്നുമ്മ വെക്കുന്ന ഒരു സീനാണ് നമ്മൾ റിഹേഴ്സൽ ചെയ്യുന്നത്. റോൾ ചേഞ്ച്. ഞാൻ മരിച്ചു കിടക്കുന്ന അച്ഛൻ, നായകൻ. അത് വേണ്ട, തനിക്ക് നല്ല ഭംഗിയാണ്. താന് സാറാമ്മ നിന്ന നല്ല ചേർച്ച. വേണ്ട, ഞാൻ മൂവാണ്ട മാങ്ങ ചീഞ്ഞു പോയത്. അങ്ങനെ എന്റെ തലയുടെ ഓളത്തിൽ പലതും പറയാം. എന്നെ ഷോക്ക് അടിപ്പിക്കണ്ട, കുഴപ്പമൊന്നുമില്ല. താൻ നായകൻ, ഞാൻ മരിച്ചു കിടക്കുന്ന അച്ഛൻ, സാറാമ്മ നായകൻ. ഇനി ഇതിന്റെ മുകളിൽ സംസാരമില്ല. ഓക്കെ, നീ പറഞ്ഞ സംഭവം പറഞ്ഞു. എന്നാ പിന്നെ ഞാൻ നായകൻ. അപ്പൊ വികാരപരിധിയായി നായിക കയറി വരുന്നു. അച്ഛൻ മരിച്ചു കിടക്കുകയാണ്. വന്നിട്ട് ഭയങ്കര ഒരു ഡയലോഗാണ്, ഭയങ്കര നീളം. ഉമ്മയില്ലേ? ഉമ്മയും ബാപ്പയൊന്നുമില്ല. അത് ശരി. നീ അച്ഛനായിട്ട് മരിച്ചെടുക്കുമ്പോ തുരുതുരാന്ന് ഉമ്മ, ഞാൻ അച്ഛനായിട്ട് മരിച്ചെടുക്കും ഉമ്മയില്ല. ഇത് എവിടുത്തെ നാടകം ഇത്? ഈ നാടകം വേണ്ട, ഈ നാടകം ശരിയാവില്ല. എന്റെ കയ്യിലൊരു നാടകം ഉണ്ട്, ആ നാടകം കളിക്കാം. എന്ത് നാടകം? നാടകം എന്ന് പറഞ്ഞാൽ ഒരു കല്യാണ സെറ്റപ്പിലുള്ള ഒരു നാടകം. കല്യാണ സെറ്റപ്പ് ആവുമ്പോ ഈ കിടക്കുന്ന പ്രതികൾക്കൊക്കെ ഈ നാടകത്തിൽ അഭിനയിക്കുകയും ചെയ്യാം. അപ്പൊ ഭയങ്കര ക്രൗഡ് ആയിരിക്കുമല്ലോ. എല്ലാരും കൂടി അഭിനയിച്ച് കഴിയുമ്പോഴല്ലേ എനിക്ക് മറക്കാൻ പറ്റാത്തൊരു ദിവസമായിട്ട് ഇത് മാറുന്നത്. നാടകത്തിന്റെ പ്രധാന സംഭവം എന്ന് പറഞ്ഞാൽ കല്യാണം നടക്കുന്നതിന്റെ തലേ ദിവസം കല്യാണ പെണ്ണിനെ കാമുകം വന്ന് അടിച്ചുകൊണ്ട് പോകുന്നതാണ് സംഭവം. അപ്പൊ ഈ സെല്ലിൽ കിടക്കുന്ന പ്രതികളൊക്കെ കല്യാണ ചെക്കന്റെ ബന്ധുക്കാർ. ഫിക്സ് ആയല്ല, ഇവരാണ് സ്വർണ്ണവും തുണിയൊക്കെ മേടിക്കാൻ. പിന്നെ ചങ്ങലയിൽ ഇട്ടേക്കണേ അവരാണ് ചെറുക്കന്റെ അമ്മാവൻ. ഇവരാണ് ബൊക്ക, ചെണ്ട്, മാല ഒക്കെ മേടിക്കാൻ പോകേണ്ട ആള്. പിന്നെ നമ്മുടെ ഇവിടുത്തെ കുക്കുണ്ടല്ലോ ഇപ്പൊ വന്നവൻ പ്രഭാകരൻ, അവന്റെ വണ്ടിയിലാണ് എല്ലാവരും രക്ഷപ്പെട്ട് പോണത്. പിന്നെ കാമൻ എന്ന് പറയുന്നത് ചാക്കോയാണ്, മണവാട്ടി പെണ്ണെന്ന് പറയുന്നത് മറിയക്കുട്ടി. മനസ്സിലായല്ലോ? അവസാനം നിങ്ങളെയൊക്കെ തേടി പിടിച്ച് പൊക്കി അറസ്റ്റ് ചെയ്തുകൊണ്ടിരുന്ന ഒരു എസ് ഐ. അതാണ് ഈ നാടകത്തിന്റെ ക്ലൈമാക്സ്. മനസ്സിലായില്ലേ? അപ്പൊ റോൾ എല്ലാവർക്കും മനസ്സിലായല്ലോ? അപ്പൊ നിങ്ങൾ അകത്ത് പോയിട്ട് അത് മനസ്സിലിട്ടൊന്ന് പെരുപ്പിച്ച് താലോലിപ്പിച്ച് റെഡി ആയിക്കൊണ്ടു. മറിയക്കുട്ടി പോലെ മറിയക്കുട്ടിനെ ഞാൻ താലോലിച്ചോളാം കേട്ടോ. അതെ, എന്തായാലും ഇന്നത്തെയും കൂടി അല്ലേ ഉള്ളൂ.
എനിക്കൊരു കാര്യം സാധിച്ചു തരുമോ? എന്താ? ഞാൻ മറിയക്കുട്ടിക്ക് വേണ്ടി ഒരു പാട്ട് പാടിക്കോട്ടെ? പാടിക്കും. വെള്ളുത്തൊരു പെണ്ണ് മറിയക്കുട്ടി എന്തേലും ഒച്ച കേട്ടാ? ഞാനൊന്നും കേട്ടില്ല. ഞാനെന്തോ കേട്ടല്ല. ആ പോട്ടെ. തുടുത്തൊരു പെണ്ണ് ഇപ്പൊ എന്തെങ്കിലും ഒച്ച കേട്ടാ? ഞാനൊന്നും കേട്ടില്ല സാറേ. താരോ മനഃപൂർവ്വം പണി തന്നെയാണല്ലോ. പിടിക്കാം. വെള്ളുത്തൊരു പെണ്ണ് പടങ്ങൾ ഏതെങ്കിലും ഒരെണ്ണത്തിനെ സെറ്റപ്പ് ആക്കാൻ നോക്കി അപ്പ ഇടക്ക് കയറി വന്നു. സാറ് ഇവിടെ താലോലിച്ചോണ്ടിരിക്കുകയായിരുന്നില്ല ഞങ്ങളെ പറഞ്ഞു വിട്ടിട്ട്. അല്ലെ നമുക്ക് റിഹേഴ്സലിലേക്ക് കിടക്കാം. നാടകത്തിന് റിഹേഴ്സൽ. എല്ലാരും അതെ ചാക്കോ, നമുക്കൊരു പണി ചെയ്താലോ? ഈ റിഹേഴ്സലിന് മുമ്പ് ഒരു 4 എണ്ണം അങ്ങ് അടിച്ചിട്ട് അങ്ങ് തുടങ്ങിയാലോ? അതായിരിക്കും നല്ലത്. ഇപ്പൊ സമയങ്ങളുണ്ട്. എല്ലാവർക്കും കൊടുക്കുക. എല്ലാവർക്കും കൊടുക്കുക. അടിപൊളിയായിട്ട് ആദ്യമായിട്ടായിരിക്കും പ്രതികൾക്ക് മദ്യം കൊടുക്കും. ഞാൻ ചവിട്ടിക്കൊല്ലി. പെട്ടെന്ന് കൂടെ എന്നാ ചാക്കോ കാണിക്കണ കളയലിന്റെ ഒടുക്കത്തെ വിലയാണ് ഇപ്പൊ സാധനത്തിന്. എല്ലാരും അടിച്ചോ. സാറടിക്കല്ലേ? സാറടിക്കല്ലേ? ഞാൻ ഡ്യൂട്ടി സമയത്ത് കഴിക്കാറില്ല. അയ്യോ, എന്നാലും വേണ്ടി സന്തോഷമുള്ള ദിവസമല്ലേ, കുറച്ച് കഴിക്കാം സാറേ. ആണോ? പിന്നെ ഇനിയിപ്പോ ഞാൻ കാരണം നിങ്ങളുടെ സന്തോഷത്തിന് ഒരു കുറവ്. അതാണ് കുറച്ച് കഴിച്ചു. ഇതന്നെ അടപ്പി കഴിക്കുന്ന ഗ്ലാസ്സിൽ കഴിക്കാൻ പാടില്ലായിരുന്നു. അതെ, ലിവർ, ഹാർട്ട്, പാൻക്രിയാസ്, ചെറുകുടല്, വൻകുടല്, ആമാശയം എന്നിവയ്ക്കൊക്കെ ഒരു മുന്നറിയിപ്പ് കൊടുത്താണ് പുറകെ വലിയൊരു സാധനം വന്നിട്ടുള്ളത്. അതായിരുന്നാ? അയ്യോ, തീർക്കല്. ചാക്കോ, നമ്മളിങ്ങനെ കുടിച്ചോണ്ട് നിന്നിട്ട് മാത്രം കാര്യമില്ല. ഇതൊന്നും കൊടുക്കണമെങ്കിൽ ഒരു പാട്ട് വേണ്ടേ? പാട്ട് വേണം. ചാക്കോ ഒരു പാട്ട് പാടിയാക്കോ? ഞാൻ പാട്ട് പാടണം. ആ പാട്. അപ്പൊ എന്റെ അവളും കോർസ് പാടുവോ? കോർസ് പാടുവോ? അങ്ങനെയാണ് ഞാൻ തുടങ്ങാൻ പോവാണ്. റെഡി, 1 2 3. കണ്ണോട് കണ്ണോരം നോക്കിയിരിക്കാം, കാതോട് കാതോരം കഥകൾ പറയാം. എന്തേ പൊന്നെ പിണങ്ങല്ലേ, എന്തേ കുറ്റം ചെയ്തു ഞാൻ. താനേ തന്നേ തന്നാനേ തന്നേ, താനേ തന്നേ തന്നാനേ തന്നേ, താനേ തന്നേ തന്നാനേ തന്നേ, താനേ തന്നേ തന്നാനേ തന്നേ. അപ്പൊ റിഹേഴ്സൽ തുടങ്ങാം. ആദ്യമായിട്ട് ചെറുക്കന്റെ ബന്ധുക്കാര് സ്വർണവും തുണി എടുക്കാൻ പോട്ടെ. കിടക്കുന്ന ചെറുക്കന്റെ അമ്മാവൻ ബൊക്കെ മാലയൊക്കെ മേടിക്കാൻ മേടിക്കാൻ പോ. എല്ലാരും പോയാ? പോയി. പാചകക്കാരൻ വണ്ടി റെഡി ആക്കിട്ടു. ആ വണ്ടിയിലാണ് പോണ്ടത്. ഇനി എല്ലാരും പോയെങ്കിൽ ഈ തക്കത്തിന് കാമുകൻ കല്യാണ പെണ്ണിനെ അടിച്ചോണ്ട് പോക്കോ. നിങ്ങളെല്ലാവരെയും ഞാൻ ഓടിച്ചിട്ട് പിടിച്ച് അറസ്റ്റ് ചെയ്ത് ഇവിടെ കൊണ്ടുവരും. അതാണ് ഈ നാടകത്തിന്റെ ക്ലൈമാക്സ്. ഇവിടെ എന്നാ നടക്കുന്നേ? താൻ എന്നാണോ ഇക്കടുത്ത് കാണിക്കുന്നത്? കല്യാണം താൻ എന്നാ ഈ പറയുന്നേ? നാടകം. സാർ 5 മിനിറ്റ് മുമ്പ് വന്നറിഞ്ഞ് സാറിന് ഒരു കിടിലം വേഷം ഞാൻ തന്നെ. താൻ ഇങ്ങനെ ബോധമില്ലാത്ത വർത്താനം പറയില്ല. ഇവിടെ എന്തുവാ ഈ നടക്കുന്നതെന്ന്? എന്റെ പൊന്ന് സാറെ, കല്യാണം നടക്കുന്നു. ചെറുക്കന്റെ ആളുകളെല്ലാം സ്വർണവും തുണി എടുക്കാൻ പോയിന്ന്. ഈ സെല്ലിക്കിടുന്ന പ്രതികൾ എന്തിയേ? അതാണോ പറഞ്ഞ? ചെറുക്കന്റെ ആളുകൾ സ്വർണവും തുണി എടുക്കാൻ പോയി. ബാക്കി പോലീസുകാർ പോലീസുകാരൻ ചാക്കോ ആണ് കാമുകൻ. പോലീസുകാരത്തി നമ്മുടെ മറിയക്കുട്ടിയാണ് കല്യാണ പെണ്ണ്. ചാക്കോ മറിയക്കുട്ടിനെ അടിച്ചോണ്ട് പോയി. സാറ് നോക്കിക്കോ, പാചകക്കാരന്റെ വണ്ടിയിലെ എല്ലാം കൂടി പോയേക്കണ. എല്ലാത്തിനെയും ഞാൻ കൈയോടെ പൊക്കിയിരിക്കും. അതാണ് ഈ നാടകത്തിന്റെ ക്ലൈമാക്സ്. 24 മണിക്കൂറിനുള്ളിൽ ഈ കണ്ട പ്രതികളെല്ലാം ഈ സെല്ലിൽ പിടിച്ചിട്ടില്ലെന്നുണ്ടെങ്കിൽ തന്റെ റിട്ടയർമെന്റ് ഞാൻ ക്യാൻസൽ ചെയ്ത് തന്നെ പിടിച്ച് ഞാൻ ഇതിനകത്ത് സെല്ലിനകത്തിട്ട് പ്രതിയാക്കും കേട്ടോ. മുത്തേ പൊന്നെ പിണങ്ങല്ലേ, എന്ത് കുറ്റം ചെയ്തു ഞാൻ. കോമഡി സൂപ്പർ നൈറ്റ് 2-ൽ ഇന്നത്തെ അതിഥി. പച്ചപ്പുൽച്ചാടി എന്ന പാട്ട് എല്ലാവർക്കും ഓർമ്മ കാണും. ആ പാട്ട് ഓർക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ഒരേ ഒരു മുഖമേ ഉള്ളൂ. ഫോട്ടോഗ്രാഫർ എന്ന ചിത്രത്തിലൂടെ മോഹൻലാലിനോടൊപ്പം അരങ്ങേറ്റം കുറിച്ച് സ്റ്റേറ്റ് അവാർഡ് കരസ്ഥമാക്കിയ മണി.
ഏറെ സ്നേഹത്തോടെ നമുക്ക് ഈ വേദിയിലേക്ക് മണിയെ സ്വാഗതം ചെയ്യാം. രഞ്ജൻ പ്രമോദ് തിരക്കഥയും സംവിധാനവും നിർവഹിച്ച ഫോട്ടോഗ്രാഫറിൽ മലയാളത്തിന്റെ അഭിനയ വിസ്മയ മോഹൻലാലിനൊപ്പം സിനിമാ പ്രേക്ഷകർക്ക് മറ്റൊരു ബാലതാരവും വിസ്മയ വിരുന്നൊരുക്കി. മാസ്റ്റർ മണി. മലയാള സിനിമയിൽ മണിയുടെ ആദ്യ ചുവടുവയ്പ് തന്നെ മികച്ച ബാലതാരത്തിനുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിലേക്കായിരുന്നു. 10 വർഷങ്ങൾക്ക് മുമ്പ് കാടും നാടും മലയാള സിനിമയുടെ മണിമുത്തായി സ്വീകരിച്ച ചെല്ലം ചാടി നടന്ന പുൽച്ചാടി ഇന്നും ഈ ഗ്രാമത്തിലുണ്ട്. ചെല്ലം ചാടി നടക്കണ പുൽച്ചാടി, ഞാനും നിന്നെ പോലൊരു പുൽച്ചാടി, തുള്ളി തുള്ളി അലപ്പ് കൂട്ടില്ലാതിരിപ്പ്, നീയോ ഞാനോ ഞാനോ നീയോ പുൽച്ചാടി. ചെല്ലം ചാടി നടക്കണ പുൽച്ചാടി, ഞാനും നിന്നെ പോലൊരു പുൽച്ചാടി. കൗതുകം നിറഞ്ഞ കണ്ണുകളും നിഷ്കളങ്കമായ ചിരിയുമായി ഒരു പതിറ്റാണ്ടിന് മുമ്പെത്തിയ ആ കൊച്ചുമണി ഇന്ന് ഗൃഹനാഥനും 2 കുട്ടികളുടെ പിതാവുമാണ്. കാടിന്റെ താരാട്ടുപാട്ട് കേട്ടുറങ്ങിയും കാറ്റിന്റെ തലോടലിൽ ഉണർന്നും പ്രകൃതിയോടിണങ്ങി ജീവിച്ച കാടിന്റെ മകൻ. സുൽത്താൻ ബത്തേരിക്കടുത്ത് താത്തൂർ എന്ന ആദിവാസി ഗ്രാമത്തിന്റെ വരദാനമായ മണി ഗ്രാമവാസികൾക്കും കുട്ടികൾക്കും ഇന്നും ഏറെ പ്രിയങ്കരൻ തന്നെ. മലയാള സിനിമയുടെ വെള്ളിത്തിരയിൽ നിന്ന് ജീവിതമെന്ന സിനിമയുടെ തിരശ്ശീലയ്ക്ക് പിന്നിലേക്ക് മണി സ്വയം ഒതുങ്ങി മാറുകയായിരുന്നു, അല്ലെങ്കിൽ മാറ്റി നിർത്തപ്പെടുകയായിരുന്നു. വർഷങ്ങൾ നൽകിയ ഇടവേളകൾക്ക് ശേഷം മലയാളത്തിന്റെ മണിമുത്തായ മണി ചിരിമണിയൊച്ചകൾ പാറിക്കളിക്കുന്ന കോമഡി സൂപ്പർ നൈറ്റിന്റെ ഈ വേദിയെ നിറഞ്ഞ സാന്നിധ്യം കൊണ്ട് ധന്യമാക്കുന്നു. മുഖം പോട്ടെ മാറിക്കൊടന്ത് കപത്തില് മാറ്റി പൊടിച്ച് മുഖം പോട്ടെ മാറിക്കൊടന്ത് കപത്തില് മാറ്റി പൊടിച്ച് മാറി ജമാക്കിറായ മാറി ജമാക്കിറായ ടമാലേ നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ മണി? സുഖം തന്നെ. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് ഞങ്ങൾ മണിനെ കാണുന്നത്. നമ്മൾ ആ പാട്ടിൽ ഇങ്ങനെ തുള്ളി തുള്ളി നടക്കുന്ന മണിനെയാണ് കണ്ടത്. 2006 ഒരുപാട് വ്യത്യാസം വെച്ചു, ഒരുപാട് വളർന്നു മണി. ഏത് ക്ലാസ്സിൽ പഠിക്കുമ്പോഴാ സിനിമയിൽ ആദ്യമായിട്ട് അഭിനയിച്ചത്? 6ാം ക്ലാസ് പഠിക്കുമ്പോൾ. അതെങ്ങനെയാ ആ ഒരു ചാൻസ് കിട്ടിയത് സിനിമയിലേക്ക്? ചാൻസ് കിട്ടിയെന്ന് ചോദിച്ചാൽ അവര് വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു, സിനിമയുടെ ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു. ഡയറക്ടർ വന്നോ? രഞ്ജൻ പ്രമോദ് സാർ വന്നു. രഞ്ജൻ പ്രമോദ് സാർ വന്നിട്ടുണ്ടായിരുന്നു, പിന്നെ സിക്കന്ദർ സാർ വന്നിട്ടുണ്ടായിരുന്നു, ക്യാമറമാൻ സാർ വന്നിട്ടുണ്ടായിരുന്നു. അവരെല്ലാരും വന്നിട്ടുണ്ടായിരുന്നു വീട്ടിലേക്ക്. എന്നിട്ട് അവിടെ വന്നിട്ട് കുട്ടികളെ ഫോട്ടോ എടുത്തോണ്ട് വെക്കുകയായിരുന്നു. അതായത് മണിന്റെ ഊരിൽ വന്നിട്ട് എല്ലാ കുട്ടികളെ ഫോട്ടോ എടുത്തു. അതെ, ആ കൂട്ടത്തിൽ എന്നെയും കൂടെ ഫോട്ടോ എടുത്തു. കൂട്ടത്തിലൊരു ഫോട്ടോ മണിനെ എടുത്തു. എന്നിട്ട് എന്നോട് ചോദിച്ചു, സിനിമ എനിക്ക് വരാൻ പറ്റും ചോദിച്ചു. അഭിനയിക്കാൻ ഇഷ്ടമാണോന്ന് ചോദിച്ചു അല്ലേ? അതെ, ഞാൻ പറഞ്ഞു
എനിക്ക് ആ സമയത്ത് എനിക്കൊന്നും അറിയില്ലല്ലോ സിനിമ. കുഞ്ഞു കുട്ടിയല്ലേ, 6-ലല്ലേ? അവര് അവിടെ ഒരു ഫോറസ്റ്റ് മണിച്ചേട്ടൻ ഉണ്ടായിരുന്നു. ആ മണിച്ചേട്ടനോടാണ് ചോദിച്ചത്. ഫോറസ്റ്റ് ഗാർഡ് ആണോ അതോ ഫോറസ്റ്റിലുള്ള ആളാണോ? ഫോറസ്റ്റിലുള്ള ആളാ. ഫോറസ്റ്റിലുള്ള ആള്. ആ, ഇപ്പോൾ ആളോട് ചോദിച്ചു. പുള്ളിന്റെ പേര് മണിയാണ്. ആ, മണിയാണ്. അപ്പോൾ അയാളോട് ചോദിച്ച് അയാളെ സിനിമയിലേക്ക് വിടാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പോൾ അപ്പൊ ഇത്രയും കൂട്ടത്തിൽ നിന്ന് മണിനെയാണ് കേട്ടോ സെലക്ട് ചെയ്തത്. നമ്മള് ക്ലാപ്പ് ചെയ്യണ്ടേ? ആ, എന്നിട്ട് ബാക്കി പറ. പിന്നെ അവിടെ പോയി അച്ഛനോട് അമ്മയോട് ചോദിച്ചപ്പോൾ പറഞ്ഞു ആ കുഴപ്പമില്ല, അച്ഛനും അമ്മയും പെർമിഷൻ കൊടുത്തു. പെർമിഷൻ ഒന്ന് പോയിക്കോളാൻ പറഞ്ഞു. എന്നിട്ട് ലൊക്കേഷനിൽ പോയി അഭിനയിക്കാൻ ലാലേട്ടന്റെ കൂടെയാണ് അഭിനയിക്കണമെന്ന് അറിയായിരുന്നോ? അറിയില്ലായിരുന്നു, ആദ്യം അറിയില്ലായിരുന്നു. ആണ് പിന്നെയാണ് പറഞ്ഞത് മോഹൻലാലാണ് ഇതില് നായകൻ, ലാലേട്ടനാണ് നായകന്. സംവിധാനം പറയുമ്പോഴാണ് അറിയുന്നത്. അപ്പൊ എന്താ തോന്നിയത്? എനിക്ക് അപ്പൊ ഒരു അത്ഭുതം തോന്നി. ആദ്യമായിട്ട് ലാലേട്ടനെ കണ്ടപ്പോ, നേരിട്ട് കണ്ടപ്പോഴേ എന്താ തോന്നിയേ? ആദ്യമായിട്ടാണല്ലോ കാണുന്നത്. അപ്പോൾ എന്താ പറയണ്ട, എന്താ ചെയ്യേണ്ടതെന്നൊന്നും എനിക്ക് അറിയില്ലായിരുന്നു. അത്രയ്ക്ക് അത്ഭുതമായിരുന്നു ലാലേട്ടനെ ആദ്യമായിട്ട് കണ്ടപ്പോ അല്ലേ? അപ്പൊ ലാലേട്ടനോട് എന്താ സംസാരിച്ചത് ആദ്യമായിട്ട് കണ്ടപ്പോ? ആദ്യമായിട്ട് എന്നോട് വന്നിട്ടാണ് സംസാരിച്ചത്. എന്താ പേരാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എൻ്റെ പേര് മണിയാണ്. അപ്പൊ എൻ്റെ പേരിട്ടിട്ടാണ് ആ ഫോട്ടോഗ്രാഫറിൽ ആ ക്യാരക്ടറിന്റെ പേര് മണി തന്നെയാണ്. അതില് എൻ്റെ അച്ഛനെ അഭിനയിച്ച രാജേട്ടനാണ് എൻ്റെ പേര് അതാക്കിയത് ആ സിനിമയിൽ. ആ ക്യാരക്ടറിന് മണി തന്നെ ഉള്ള പേരിട്ടത് അല്ലേ? കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഷൂട്ടിങ്ങിന്റെ ഇടയ്ക്ക്. എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായത്? ഞാൻ പേടിച്ചിട്ട് മാറി നിന്നിട്ടുണ്ട് ഇടയ്ക്കിടയ്ക്ക്. അത് ഞാനും കേട്ടിട്ടുണ്ട്. ഈ ഷൂട്ടിംഗ് നടക്കണതിന്റെ ഇടയിലേ മണിനെ ഇടയ്ക്കിടയ്ക്ക് കാണൂല, മിസ്സാവും. അപ്പൊ ലാലേട്ടനൊക്കെ ഷൂട്ടിംഗ് സ്പോട്ടിൽ വന്നിട്ട് വെയിറ്റ് ചെയ്യും മണിനെ കാണാൻ വേണ്ടിട്ട്. കാരണം മണി ഉണ്ടെങ്കിൽ ഷൂട്ട് നടക്കുള്ളൂ. എങ്ങനെയാ ആദ്യമായിട്ട് അതിന്റെ മുന്നേ സ്കൂളിലൊക്കെ അഭിനയിച്ചിട്ടുണ്ടോ? ഇല്ലല്ല. ഇല്ലല്ലേ? അപ്പൊ ആദ്യമായിട്ട് സിനിമയിലാണ് ഡയറക്റ്റ് അഭിനയിച്ചത്. നമ്മളൊക്കെ ഇതിന്റെ മുന്നേ എന്തെങ്കിലുമൊക്കെ സ്കൂളിൽ എന്തെങ്കിലുമൊക്കെ നഴ്സറി ഗാനമൊക്കെ പാടിയിട്ടാ വരിക. മണി നേരിട്ട് ലാലേട്ടന്റെ കൂടെ അഭിനയിച്ച് സിനിമാ നടനായി. അത് മാത്രല്ല കേട്ടോ, ആദ്യമായിട്ട് അഭിനയിച്ച പടത്തിന് തന്നെ സംസ്ഥാന സർക്കാരിന്റെ അവാർഡും കിട്ടിയിട്ടുണ്ട്. ഇതിൽ കൂടുതൽ എന്താ വേണ്ടത്? ഈ സിനിമയിൽ അഭിനയിച്ചു കഴിഞ്ഞിട്ട് പിന്നെ മണി എവിടെയായിരുന്നു? തിരിച്ച് വീട്ടിൽ പോയി. അത് കഴിഞ്ഞിട്ട് പിന്നെ മണിനെ കാണാനേ ഇല്ല. ഈ അവാർഡ് കിട്ടിയ ഒരു സംഭവങ്ങൾ ഞങ്ങൾ മലയാളികൾ അറിഞ്ഞ ശേഷം പിന്നെ മണിക്ക് എന്താ പറ്റിയത് ഞങ്ങൾക്ക് അറിയില്ല. എന്തായിരുന്നു ശരിക്കും പറ്റിയത്? ഞാൻ പണിക്ക് പോവായിരുന്നു. എന്ത് പണിക്ക്? കൂലിപ്പണിക്ക്. കൂലിപ്പണിക്ക്. ചെറിയ പ്രായം മുതലേ കൂലിപ്പണിക്ക് പോകും. ഞാൻ പഠിത്തം നിർത്തിയിട്ട്. പ്രേക്ഷകർ അറിയേണ്ട കാര്യമാണ് കേട്ടോ ഇത്. വളരെ ചെറിയ പ്രായത്തിലെ പണിക്ക് പോകേണ്ടി വന്നു. കാരണം സംസ്ഥാന അവാർഡ് കിട്ടിയ ഒരു കുട്ടിയാണ്, എന്നിട്ടാണ് പോണത്. ഇനി സിനിമയിൽ ഇനി അഭിനയിക്കാൻ ആഗ്രഹമുണ്ടോ? ആഗ്രഹമുണ്ട്. അപ്പൊ ഫോട്ടോഗ്രാഫറിലേക്ക് നമുക്ക് തിരിച്ചു വരാം. അതിനുശേഷം പിന്നെ ലാലേട്ടനെ കണ്ടോ? പിന്നെ കാണാൻ പറ്റിയില്ല. അതെന്ത്? പിന്നെ ട്രൈ ചെയ്തില്ല കാണാൻ വേണ്ടിയിട്ട്? അത് അങ്ങനൊന്നും പോകാനുള്ള ഇതിനല്ല. എന്താ ശരിക്കും പറഞ്ഞ മണിക്ക് ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു, ലാലേട്ടനെ കാണണം എന്നും സിനിമയിൽ അഭിനയിക്കണം എന്നൊക്കെ. പക്ഷെ മണിക്ക് അങ്ങനെ സപ്പോർട്ട് ചെയ്യാനോ അതിനെപ്പറ്റി അറിയുന്ന ആരും ഉണ്ടായിരുന്നില്ല അല്ലേ കൂടെ? അതുകൊണ്ടായിരുന്നു. അപ്പൊ അതിനുശേഷം വേറെ ആരും പടത്തിലേക്ക് വിളിക്കൊന്നും ചെയ്തില്ലേ? വേറെ വിളിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? പോകാൻ പറ്റിയില്ല. ഏത് പടത്തിലായിരുന്നു വിളിച്ചത്? അത് അണ്ണൻ തമ്പി എന്നും പറയുന്ന. അണ്ണൻ തമ്പി അത്രയും വലിയ പടത്തിലേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു. മമ്മൂക്കയുടെ പടം, ലാലേട്ടന്റെ പടം കഴിഞ്ഞ് മമ്മൂക്കാന്റെ പടം. അതെന്താ എന്നിട്ട് മമ്മൂക്കാന്റെ പടത്തിൽ അഭിനയിക്കാൻ പോവാഞ്ഞ്? അതിൽ പോകാൻ പറ്റില്ലായിരുന്നു. ആ സമയത്ത് ഞാൻ അവാർഡിന് പോയിട്ടുണ്ടായിരുന്നു. സ്റ്റേറ്റ് അവാർഡ് വാങ്ങാൻ വേണ്ടി. സ്റ്റേറ്റ് അവാർഡ് വാങ്ങാൻ വേണ്ടി പോയത് കാരണമാണ് ആ പടം മിസ്സായത്. അപ്പൊ മമ്മൂക്കാന്റെ കൂടെ അഭിനയിക്കാനും ആഗ്രഹമുണ്ടോ? മമ്മൂക്ക ഈ സ്റ്റേറ്റ് അവാർഡ് വിന്നറിന് മമ്മൂക്കാന്റെ കൂടെ അഭിനയിക്കാനും ഭയങ്കര ആഗ്രഹമുണ്ട് കേട്ടോ. സിനിമ ഒരുപാട് മനസ്സിൽ, കാരണം ആദ്യമായിട്ട് സിനിമയിൽ അഭിനയിച്ചു കഴിഞ്ഞാൽ പിന്നെ എല്ലാവർക്കും സിനിമ ഒരിക്കലും നിർത്താൻ തോന്നൂല അല്ലേ? അതെ. അപ്പോ അങ്ങനെയുള്ള മണി എങ്ങനെ സിനിമയിൽ അഭിനയിക്കാതെ അല്ലെങ്കിൽ സിനിമയ്ക്ക് വേണ്ടി ഒരു സാഹചര്യങ്ങളും സൃഷ്ടിക്കാതെ കൂലിപ്പണിക്ക് പോകാൻ പറ്റണത്? ആ സമയത്ത് തന്നെ മുന്നോട്ടേക്ക് കൊണ്ടുപോകാനുള്ള ആരും ഉണ്ടായില്ല. അതുകൊണ്ട് പുറകിലേക്ക് തന്നെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മണിന്റെ കൂടെ ആരും ഉണ്ടായിരുന്നില്ല അല്ലേ? പിന്നെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകും വേണം. അപ്പൊ സിനിമന്റെ കാര്യങ്ങളൊക്കെ ആദ്യം ആരായിരുന്നു സംസാരിച്ചുകൊണ്ടിരുന്നത്? അവിടെ സ്കൂളിലേക്ക് വിളിച്ചോണ്ടിരുന്നത്. സ്കൂളിലേക്ക് മാഷിനെയാണ് വിളിച്ചത്? അവിടെ ഹെഡ് മാഷിനെ വിളിച്ചു അല്ലേ? എന്നിട്ട് അങ്ങനെയാണ് ഞാൻ പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെയാണ് പോയിക്കൊണ്ടിരുന്നത്. അപ്പൊ ഈ ഒരു ഫോട്ടോഗ്രാഫർ എന്ന് പറഞ്ഞ പടത്തിൽ മാത്രമേ അഭിനയിച്ചിട്ടുള്ളൂ മണി? പിന്നീട് അഭിനയിച്ചിട്ടേ ഇല്ല? പിന്നെ ചെറിയ ചെറിയ ഡോക്യുമെന്ററി ഒക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഡോക്യുമെന്ററി ചെയ്തു അല്ലേ? പിന്നെ അടുത്തൊരു ആൽബം ചെയ്തിട്ടുണ്ട്. ആൽബത്തിന്റെ പേരെന്താ? കാട്ടുതേൻ. കാട്ടുതേൻ എന്ന് പറഞ്ഞ ആൽബത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. അതിൽ നായകനാണോ?
നായകനാണ് കാട്ടുതേനില്. എന്ത് തോന്നി ആദ്യമായിട്ട് നായകനായപ്പോ കാട്ടുതേനില്? വളരെ സന്തോഷം. വളരെ സന്തോഷം തോന്നി ആദ്യമായിട്ട് നായകനായപ്പോ. നായിക ഉണ്ടോ അതില്? ഈ ഫോട്ടോഗ്രാഫറിൽ അഭിനയിച്ച കുറെ നടന്മാരും നടിമാരും ഒക്കെ ഉണ്ടല്ലോ, അവരൊക്കെ പിന്നീട് എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ? പിന്നെ കണ്ടിട്ടൊന്നുമില്ല, ആരും കണ്ടിട്ടില്ല. അതിന്റെ സ്ക്രിപ്റ്റ് തിരക്കഥ എഴുതിയ ആളെയോ അല്ലെങ്കിൽ സംവിധായകന്റെയോ ആരും കണ്ടിട്ടില്ല. സംവിധായകൻ ഒരു പ്രാവശ്യം കണ്ടിട്ടുണ്ടായിരുന്നു. തിരുവനന്തപുരത്ത് എനിക്കൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു, അപ്പൊ അവിടെ പോയപ്പോ കണ്ടതാ. ആരൊക്കെ കണ്ടു? അവിടെ പോയപ്പോ സംവിധായകൻ ഉണ്ടായിരുന്നു, രഞ്ജൻ സാർ ഉണ്ടായിരുന്നു, പിന്നെ വേറെ കുറച്ച് പേര് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു, വലിയ ആൾക്കാർ, സംവിധായകന്മാരൊക്കെ ഉണ്ടായിരുന്നു. അവിടെ ഏതെങ്കിലും നടന്മാരെ കാണണമെന്ന് വലിയ ആഗ്രഹം ഉണ്ടോ? ഉണ്ട്. ആരൊക്കെ? ലാലേട്ടനെ കാണണം. ലാലേട്ടനെ വീണ്ടും കാണണമെന്ന് മണിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. തീർച്ചയായിട്ടും ഇത് കാണുകയാണെങ്കിൽ ലാലേട്ടൻ അതിനുള്ള അവസരം ഉണ്ടാക്കുമെന്ന് എനിക്ക് ഉറപ്പാണ്. പിന്നെ മമ്മൂക്കനെ കാണണമെന്നുണ്ട്. മമ്മൂക്കയും ഈ പ്രോഗ്രാം കാണുന്നുണ്ടാവും. കാണുകയാണെങ്കിൽ മമ്മൂക്ക എന്തായാലും കാണാനുള്ള അവസരം ഉണ്ടാക്കും. ഇനി എന്താ ആഗ്രഹം? സിനിമയിൽ അഭിനയിക്കണം എന്നാണോ അതോ പണിക്ക് പോകണം എന്നാണോ? അഭിനയിക്കണം, പണിക്കും പോകണം. പണിക്കും പോകണം. ഷൂട്ടിംഗ് ഇല്ലാത്ത സമയത്ത് പണിക്ക് പോവാ. ഷൂട്ടിംഗ് ഇല്ലാത്ത സമയത്ത് പണിക്ക് പോവാ, അല്ലെങ്കിൽ അഭിനയിക്കണം. അപ്പൊ അഭിനയം ഒരു തൊഴിലായിട്ട് എടുക്കണം എന്ന് ആഗ്രഹമുണ്ടോ? രണ്ടും. പക്ഷെ അഭിനയം കൂടുതലായിട്ട് അവസരങ്ങൾ കിട്ടുകയാണെങ്കിൽ അങ്ങോട്ട് പോകും. അപ്പൊ കൂടുതലായിട്ട് എന്തായാലും മണിക്ക് അവസരം കിട്ടും തന്നെയാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. മണിയെ കാണുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവാറുണ്ടോ ഇത് ഫോട്ടോഗ്രാഫറിൽ അഭിനയിച്ച കുട്ടിയാണ് എന്ന്? ഇവിടെ അങ്ങനൊന്നും അറിയില്ല. എന്റെ അവിടെ വയനാട്ടിലൊക്കെ എല്ലാവർക്കും കാണുമ്പോൾ അറിയാം. ഈ പണിക്കൊക്കെ പോകുമ്പോൾ ആൾക്കാർക്ക് മനസ്സിലാവോ ഇത് ഇന്ന സിനിമയിൽ അഭിനയിച്ച കുട്ടിയാണ്, സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ കുട്ടിയാണ് എന്നൊക്കെ? അറിയാം. അപ്പൊ എന്താ പറയാ അവരൊക്കെ ചോദിക്കും നീ എന്തിനങ്ങോട്ട് വന്നെന്ന് ചോദിക്കാതെ. ഈ സിനിമാ നടനായ കാരണം കൊണ്ട് ജോലി ചെയ്യാൻ പറ്റണില്ല, അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടോ? ഉണ്ടായിട്ടുണ്ട്. എന്തൊക്കെയാ? ഞാന് കൊറേ റോഡ് പണിക്ക് പോയിട്ടുണ്ടായിരുന്നു. അവിടെ ഒരു പത്രക്കാരൻ വന്ന് പിന്നെ ഫോട്ടോ എടുക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് ഇതാക്കിയിട്ട് അവിടെ സൂപ്പർവൈസർ ഉണ്ടായിരുന്നു, ബാബി ഷേട്ടനായിരുന്നു. നീ സിനിമ നടനാണെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു അതേന്ന്. നീ എന്തിനും ഇങ്ങോട്ട് വന്നെന്ന് ചോദിച്ചു. ഞാൻ ഷൂട്ടിംഗ് ഇല്ലാത്ത സമയത്ത് പണിയെടുക്കണമല്ലോ, എന്തായാലും ഭക്ഷണം കഴിച്ചിട്ട് പോകണ്ടേ, അങ്ങനെയെന്ന് വിചാരിച്ചിട്ട് ഞാൻ പറഞ്ഞു ഞാൻ പണിക്ക് വന്നാൻ പറഞ്ഞു. അവൾ പറഞ്ഞു ഇനി അതൊന്നും പണിയെടുക്കണ്ട. അപ്പോഴത്തേനും അവിടെ കോഴിക്കോട് ത്രെഡ് എന്തേ കമ്പനി എന്ന് പറഞ്ഞിട്ട് ആ കമ്പനിയിലേക്ക് എന്നെയും എൻ്റെ കൂട്ടുകാരനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോയി. അപ്പോൾ അവിടെ പോയിട്ട് അവിടെ ജോലിക്ക് കയറി. അവിടെ കയറിയിട്ട് ആ ജോലി ഞങ്ങൾക്ക് ശരിയായില്ല. പിന്നെ അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ആ കമ്പനിയിൽ നിന്ന് ഇറങ്ങി, ഞാനും കൂട്ടുകാരനും. അപ്പൊ ഈ സിനിമ കാരണം ഈ ജോലിയിൽ നിന്ന് ഒഴിവാക്കുമ്പോൾ എന്തായാലും വിഷമം തോന്നും. പക്ഷെ വിഷമിക്കുകയാണെങ്കിലും ഈ ജോലിയിൽ നിന്ന് ഒഴിവാക്കുന്നവരുടെ ഒരു മാനസികാവസ്ഥ മണി ആലോചിച്ചിട്ടുണ്ടോ? എന്തായിരിക്കും അവരുടെ മാനസികാവസ്ഥ? എന്തായിരിക്കും എന്നാണ് തോന്നുന്നത്? അവരാലോചിക്കണ എനിക്ക് തോന്നുന്ന കാര്യം അവരൊരിക്കലും മണിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഒഴിവാക്കിയതാണെന്ന് എനിക്ക് തോന്നണില്ല. കാരണം ഇത്രയും ഒരു വലിയ ആക്ടറിന്റെ കൂടെ അഭിനയിച്ചു, ഒരുപാട് അവാർഡ് കിട്ടിയൊരു മൂവിയാണ്. അതും പോരാഞ്ഞിട്ട് മണി ഒരു സംസ്ഥാന അവാർഡ് ജേതാവാണ്. ഇങ്ങനെയുള്ളൊരു കുട്ടി വന്നിട്ട് ഇങ്ങനെ ഒരു തൊഴിൽ ചെയ്യാന്നുള്ളത് അവർക്ക് അത് ആലോചിക്കുന്ന ഒരു സങ്കടം കൊണ്ടാണെന്നാണ് എൻ്റെ തോന്നല്. അതുകൊണ്ട് തന്നെയാണ് മണിക്ക് അറിയാത്. സിനിമയിൽ അഭിനയിക്കുന്ന സമയത്ത് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു മണിക്ക് അല്ലേ? സ്വന്തമായിട്ട് വീടില്ലായിരുന്നു, അങ്ങനെ കുറെ അത്യാവശ്യമായിട്ടുള്ള സംഭവങ്ങളൊന്നും ഇല്ലായിരുന്നു. അതൊക്കെ ഇപ്പൊ ശരിയായോ? ശരിയായി. അതൊക്കെ എങ്ങനെ ശരിയായത്? അത് വീടിപ്പോ ഒരു ഇതിന്റെ പേരിൽ എനിക്ക് ഫ്രീ ആയിട്ട് ചെയ്തു. പിന്നെ അവിടെയുള്ള സുഹൃത്തുക്കളും കുടുംബക്കാരും ഒക്കെ ആയിട്ട് ഇപ്പൊ സന്തോഷം ജീവിക്കുകയാണ് അവിടെ. പിന്നെ വേറൊരു കാര്യം ഉണ്ട് കേട്ടോ, മണിനെ അവിടെ മണിന്റെ ഊരില് എല്ലാരും വിളിക്കണ ഒരു പേരുണ്ട്. എന്താന്നൊന്ന് പറഞ്ഞേ. സിനിമ. എന്താണ് സിനിമ? പറ, എല്ലാരോടും പറ. എന്താണ് സിനിമ? സിനിമ എന്നാ വിളിക്കാൻ മണിനെ അവിടെ എല്ലാരും. സിനിമ കലാന്തകൻ തന്റെ ബാലവെടിഞ്ഞോടിവാ പടിവേലവാ നീലമയി ദേറിവാ. ശരിയാവില്ലടാ. എന്താ പ്രശ്നം പറ. മൂപ്പരുണ്ടാവും ഇവിടെ. പേടിക്കണ്ട, ഞാൻ ഇല്ല ഇവിടെ. അന്റെ ഒരു ധൈര്യത്തിലാട്ടാ ഞാൻ വരുന്നത്.
മുസ്തഫാക്കാന്റെ പെങ്ങളെ മോനല്ലേ? അങ്ങനെ നിങ്ങൾ പറയരുത്. ഇന്റെ ഉമ്മേന്റെ ആങ്ങളെയാണ് മൂപ്പര്, അല്ലാതെ മൂപ്പര പെങ്ങളെ മോനല്ല ഞാൻ. അതന്നെയല്ലേ ഇപ്പൊ ഞാൻ പറഞ്ഞത്. അല്ല, മൂപ്പര അഡ്രസ്സിൽ എനിക്ക് അറിയപ്പെടാൻ താല്പര്യം. എനിക്ക് സ്വന്തമായിട്ടൊരു അഡ്രസ് ഉണ്ട് കേട്ടോ. അല്ല നിങ്ങൾ ഇവിടുന്ന് ഉടക്കി പോയതല്ലേ മുസ്തഫാക്കായിട്ട്? ഉടക്കൊക്കെ ഞങ്ങൾക്ക് എന്ത് വെറും സിമ്പിളാണ്. സാധാരണ തല്ലി തീർക്കല ഞങ്ങള്. മാമനെ തല്ലല്ല, ഞങ്ങള് തമ്മിൽ ഒന്നും പറഞ്ഞ് രണ്ടും പറഞ്ഞ് തെറ്റുന്ന സമയത്ത് നാട്ടുകാർ വന്നിട്ട് തല്ലിയിട്ടാ പ്രശ്നം തീർക്കും. എന്തിനൊക്കെ വന്നത് നിങ്ങള്? ഇവിടെ വന്നാലൊരു നാടൻ പാട്ട് പാടാന്ന് പറഞ്ഞ്. ഇവിടെ വന്നാലൊരു നാടൻ പാട്ട് പാടാന്ന് പറഞ്ഞ്. ആര് പറഞ്ഞു? എന്റെ മനസ്സ് പറഞ്ഞു. അല്ല, മനസ്സ് ഏതായാലും പറഞ്ഞല്ലേ, മൂപ്പർക്ക് ഒരു ബുദ്ധിമുട്ടാണ്ടാ വെച്ച് ഞാൻ അങ്ങോട്ട് പോന്ന. പണിയേ നമസ്കാരമുണ്ട്. ഞങ്ങള് ഓരോ നാട്ടുകാരാണ്. വയനാട് കോഴിക്കോട് അടുത്തടുത്താണ്. നമുക്കൊന്ന് ടൈപ്പായിട്ട് ഒന്ന് ഉഷാറാക്കാണ്ട് ആയിക്കോട്ടെ കേട്ടോ. അതായത് ഞങ്ങള് പുതിയൊരു നാടൻ പാട്ടിന് ഒരു ബാൻഡ് തുടങ്ങാൻ തീരുമാനിച്ചു. പുൽച്ചാടി ബാൻഡ്. കോഴിക്കോട് ഭാഗത്ത് ഞാൻ പരിപാടി പിടിക്കും, വയനാട് മൊത്തം എനിക്ക് പരിപാടി പിടിക്കുക, മലപ്പുറം ഭാഗത്ത് ഞാനും പിടിക്കാം. നമുക്ക് ഉഷാറായിക്കളാം. പണി കൊടുക്കല. നിന്നെ കാണാൻ എന്നെ കാണാനല്ലടാ, നിന്നെ കാണാന്നുള്ള പാട്ട്. ആ പാടാ. നിന്നെ കാണാൻ എന്നെക്കാളും ചന്തം തോന്നും കുഞ്ഞിപ്പെണ്ണെ, എന്നിട്ടെന്തേ നിന്നെ കെട്ടാൻ ഇന്നുവരെ വന്നില്ല. നിന്നെ കാണാൻ എന്നെക്കാളും ചന്തം തോന്നും കുഞ്ഞിപ്പെണ്ണെ, എന്നിട്ടെന്തേ നിന്നെ കെട്ടാൻ ഇന്നുവരെ വന്നില്ല. നിറമില്ലേലും ചെന്താമര കണ്ണില്ലേലും മുട്ടിറങ്ങി മുടിയില്ലേലും മുല്ലമൊട്ടിൻ പല്ലില്ലേലും നിന്നെ കാണാൻ എന്നെക്കാളും ചന്തം തോന്നും കുഞ്ഞിപ്പെണ്ണെ, എന്നിട്ടെന്തേ നിന്നെ കെട്ടാൻ ഇന്നുവരെ വന്നില്ലാരും. വന്നെല്ലാരും നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ല ഇവിടെ കയറി വരണമെന്ന് ആവശ്യമില്ലാതെ. എന്ത് കാര്യത്തിലാണ് ഇവനെ വിളിച്ചോ വന്നത്? ഒരു പഴംപൊടി ഒരു പരിപ്പൊടി വാങ്ങി തരാൻ. ഇടാ, എന്നാലും ഒരു പഴംപൊരിക്കും പരിപ്പൊടിക്കും വേണ്ടി എന്നെ നീ ഒറ്റ കൊടുത്തല്ലടാ. നീ ചെറുക്കാണ് തട്ട വായ്പയുടെ വലിയ തട്ടം. പോയില്ലെന്ന് എങ്ങനെ മനസ്സിലായി? അല്ല, എന്റെ പാക്കറ്റിൽ കിടന്ന 100 രൂപ കണ്ടില്ല. 90 രൂപ. 90 രൂപ. 100 രൂപ ഉണ്ടായിരുന്നു. 90 കളഞ്ഞാൽ 100 രൂപ ഉണ്ടായിരുന്നു. 90 രൂപ. മാമാ നിങ്ങൾ ഇങ്ങനെ എച്ചിത്തരം പറയില്ലേ? എച്ചിത്തരവാ? എച്ചിത്തരം പറയില്ലേ? ആ പിന്നെ എന്റെ പൈസ പോയത് നിന്നൊക്കെ എച്ചിത്തരാന്ന് പറഞ്ഞാ മതി. മുസ്തഫാക്ക, പക്ഷെ ഷെഫീക്ക നല്ല പാട്ടുകാരനാ, നന്നായിട്ട് പാടി നാടൻ പാട്ട്. എന്താ പാട്ട്? ഇതാണോ പാട്ട്? ഇതൊന്നും ഒരു പാട്ടല്ല. അയ്യേ, ഇതെന്തൊരു പാട്ട് ഇത്? അത് തന്നെയല്ലേ നാടൻ പാട്ട്. ഈ ഫ്ലോറിൽ പാടാൻ ഞാൻ സമ്മതിക്കത്തില്ല. അത് പ്രശ്നമാണ്. അത് നാടൻ പാട്ട് പാടുന്നത് അത് പ്രശ്നമാണ്. ഇത് പറയുന്നേക്ക് നാടൻ പാട്ട് പാടേണ്ട പ്രശ്നം. ആ പ്രശ്നം അത് പ്രശ്നമാണെന്ന് അറിഞ്ഞാൽ നീയൊക്കെ എന്തിനാന്ന് അറിയുന്നത്? പിന്നെ അത് പ്രശ്നമാണ്. ജബിക്ക പാടാൻ പറ്റില്ല. അത് പ്രശ്നമാണ്. ഈ കുരുട്ടിന്റെ അടുക്ക എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കും? എന്താ പ്രശ്നം ഉണ്ടെന്ന് നമുക്കൊന്ന് കാണാമല്ലോ. അത് പ്രശ്നമാണെന്ന് ഞാൻ ഈ പറയുന്നത്. പള്ളിവാള് ഭദ്രവട്ടകം കയ്യിലേന്തും തമ്പൂരട്ടി, നല്ലച്ഛന്റെ തിരുമുമ്പിൽ ചെന്ന് കളി തുടങ്ങി. അങ്ങനെ പള്ളിവാള് ഭദ്രവട്ടകം കയ്യിലേന്തും തമ്പൂരട്ടി, നല്ലച്ഛന്റെ തിരുമുമ്പിൽ ചെന്ന് കളി തുടങ്ങി. അങ്ങനെ കണ്ണുകൊണ്ട് നോക്കി നീയെ വിത്തെന്നു പറഞ്ഞാലോ കണ്ണിന്റെ കടപഴുത്ത് പറിച്ചു പോകും. അങ്ങനെ നാവ് കൊണ്ട് ചൊല്ലി നീയെ വിത്തെന്ന് പറഞ്ഞാലോ നാവിന്റെ കടപഴുത്ത് പറിച്ചു പോകും. അങ്ങനെ കൊണ്ടുവാ കളി പത്രേച്ചി കുറുമ്പ് അതാ പറഞ്ഞ നാടൻ പാട്ട് പാടിയാൽ ഞാൻ തുള്ളു. അതാണ് ഈ പ്രശ്നം. ഇതുകൊണ്ട് ഞാൻ ഈ ഉത്സവ പറമ്പ് പോലും നാടൻ പാട്ട് കാണാൻ പോകത്തില്ല. കാരണം വേറെ ഒന്നുമില്ല, ഞാൻ നാടൻ പാട്ട് കാണുമ്പോൾ അവിടെ കിടന്നു തുള്ളും. അപ്പൊ ബാക്കി ഇരിക്കുന്നവർക്ക് കാണാൻ പറ്റാത്ത കല്ല് പെറുക്കി കയറി. അല്ല മാമ, ഇതിപ്പോ ഞാൻ ഇങ്ങളിട്ട് പാടൂല, ബാക്കിയുള്ളവരായിട്ട് പാടാൻ സമ്മതിക്കില്ല. ഭയങ്കര കഷ്ടാട്ടോ. ഞാനാണോ പാടുന്നത്? ഞാൻ ഇവിടെ ഇത്ര നേരം പാടിയില്ല. നിങ്ങൾക്ക് എന്താണ് ഞാൻ പാടുന്നതിന് പ്രശ്നം? ഞാൻ പാടത്തില്ല, നീ അങ്ങ് തീരുമാനിച്ചാൽ നിങ്ങൾ പാടില്ല എനിക്ക് അറിയാലോ. കാരണം നീ നിന്റെ വീട്ടിൽ ചെന്ന് നിന്റെ ഉമ്മച്ചാടി ചോദിക്കണം ഞാൻ പാടുവന്നു കേട്ടോ. അങ്ങനെയാണോ? എന്റെ മകളോട് ചോദിക്കും. അല്ല, ഇതിലൊന്നും ഇപ്പൊ ഒരു തീരുമാനം ഉണ്ടാവണം. നിങ്ങൾ പാടുകയാണെങ്കിൽ ഞാൻ ഇന്നത്തോടെ ഈ പരിപാടി ഞാൻ അവസാനിപ്പിക്കും. ഞാൻ നാടൻ പാട്ട് നിർത്തും. മേലെ ഈ ഏരിയ കണ്ടുപോയി.
മേലെ ഈ ഏരിയ കണ്ടോ ഞാൻ പാടി ഒരു പാട്ട് പാടുള്ള കാര്യം. താരക പെണ്ണാളേ കതിരാടും മിഴിയാളേ തമ്പൂരാനെത്തിയിടും മുൻപേ കരിങ്കാളി കോര പറിച്ചാട്ടേ താരക പെണ്ണാളേ കതിരാടും മിഴിയാളേ തമ്പൂരാനെത്തിയിടും മുൻപേ കരിങ്കാളി കോര പറിച്ചാട്ടേ താരക പെണ്ണാളേ കതിരാടും മിഴിയാളേ തമ്പൂരാനെത്തിയിടും മുൻപേ കരിങ്കാളി കോര പറിച്ചാട്ടേ തരതന താത്തിനന്തകത്തെയ്താര തരദിനന്തകത്തെയ്താര താത്തിനന്തക തരദിനന്തക തരദിനന്തകത്തെയ്താര താത്തിനന്തകത്തെയ്താര തരദിനന്തകത്തെയ്താര താത്തിനന്തക തരദിനന്തക തരദിനന്തകത്തെയ്താര വെട്ടമതിന്നവളേ വെട്ടമതിന്നവളേ തട്ടുളമ കുരുന്നേ അന്തിക്കൊരുത്തി മുറുക്കി ചുവപ്പിച്ച് വീണത് ചെറ്റിലാണേ വെട്ടമതിന്നവളേ തട്ടുളമ കുരുന്നേ അന്തിക്കൊരുത്തി മുറുക്കി ചുവപ്പിച്ച് വീണത് ചെറ്റിലാണ് തനതന താത്തിനന്തകത്തെയ്താര തനദിനന്തകത്തെയ്താര താത്തിനന്തക തരദിനന്തക തരദിനന്തകത്തെയ്താര തന താത്തിനന്തകത്തെയ്താര തരദിനന്തകത്തെയ്താര താത്തിനന്തക തരദിനന്തക തരദിനന്തകത്തെയ്താര താരക പെണ്ണാളേ കതിരാടും മിഴിയാളേ തമ്പുരാനെത്തിയിടും മുമ്പേ കരിങ്കാളി കോര പറിച്ചാട്ടേ താരക പെണ്ണാളേ കതിരാടും മിഴിയാളേ തമ്പുരാനെത്തിയിടും മുമ്പേ കരിങ്കാളി കോര പറിച്ചാട്ടേ തനതന താത്തിനന്തകത്തെയ്താര തരദിനന്തകത്തെയ്താര താത്തിനന്തക തരദിനന്തക തരദിനന്തകത്തെയ്താര താരക പെണ്ണാളേ കതിരാടും മിഴിയാളേ തമ്പൂരാനെത്തിയിടും മുൻപേ കരിങ്കാളി കോര പറിച്ചാട്ടേ കരിങ്കാളി കോര പറിച്ചാട്ടേ കരിങ്കാളി കോര പറിച്ചാട്ടേ ഒരു മണിക്കൂർ നേരം ഗേറ്റിന് മുന്നിൽ നിൽക്കണു ഓണടിച്ച് ഈ തമ്പുരാനെ കാണാനായിട്ടേ ആ തമ്പുരാനെ അങ്ങ് തിരിച്ചു പോയി. ഏത് തമ്പുരാൻ? ഇവിടുത്തെ തമ്പുരാൻ അതാര്? ശ്രീകണ്ഠൻ നായർ സാറ്. അവൻ ശ്രീകണ്ഠൻ വന്നിട്ട് തിരിച്ചു പോയാ? ക്ഷമിക്കാൻ നീ ഇത് എന്ന് വന്നാലും നാശം വന്നിട്ടാ ഇറങ്ങണ കളിയിൽ മേലെ കണ്ടുപോലും നിങ്ങൾ കോര പറിക്കാൻ തമ്പുരാൻ വന്നപ്പോ ആന്തല ദൈവമേ ഞാനിവിടെ ഇന്ന് കോര പറിച്ചോണ്ട് എന്നോട് ക്ഷമിക്കണം പല കുഞ്ഞെ പോട്ടെ എന്റെ ജോലിയുടെ പ്രശ്നം കേട്ടോ ക്ഷമിക്കാൻ മണി എന്തായാലും വലിയൊരു നടനാവും. അതിൽ മണി ഒരിക്കലും സംശയിക്കേണ്ട. കാരണം ഒരു ഇതിന്റെ മുന്നേ ഡാൻസ് പഠിക്കുക, അല്ലെങ്കിൽ ഒരു ആക്ടിങ് ക്ലാസ്സിന് പോവുക, അല്ലെങ്കിൽ മാതാപിതാക്കൾ യുവജനോത്സവത്തിന് വേണ്ടി ഒരുക്കി കെട്ടി കൊണ്ടുപോവുക, അങ്ങനത്തെ യാതൊരു കാര്യങ്ങളും മണിക്ക് ഉണ്ടായിട്ടില്ല. ഇതൊന്നും ഇല്ലാതെ ഫോട്ടോഗ്രാഫർ എന്ന് പറഞ്ഞ പടം കണ്ടാൽ എല്ലാവർക്കും അറിയാം എത്ര മനോഹരമായിട്ടാണ് മണി അഭിനയിച്ചതെന്ന്. അങ്ങനെയുള്ള മണിക്ക് തീർച്ചയായിട്ടും ഇനിയും അതിനേക്കാളും നന്നായിട്ട് അഭിനയിക്കാൻ പറ്റും. അതുകൊണ്ട് ഒരുപാട് നല്ല പടങ്ങൾ കിട്ടും തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷ. അങ്ങനെ ഒരു പ്രതീക്ഷ ഉണ്ടോ? ഉണ്ട്. മണിക്കും അങ്ങനെ നല്ല ശുഭാപ്തി വിശ്വാസത്തോടെ തന്നെയാണ് ഉള്ളത്. മണി പച്ചപ്പുൽച്ചാടിയൊക്കെ ചെയ്തു. അത് കഴിഞ്ഞിട്ട് വലിയൊരു ബ്രേക്കാണ് വന്നത്. പിന്നെ പടങ്ങളേ ചെയ്തിട്ടില്ല. അഭിനയിക്കാൻ ഒരുപാട് ആഗ്രഹവും ഉണ്ട്. അപ്പോൾ ഏത് തരം കഥാപാത്രങ്ങൾ ചെയ്യാനാണ് മണിക്ക് ഇഷ്ടം? കിട്ടിയ ഏതും ചെയ്യും. കിട്ടിയ എന്തും ചെയ്യും. ഹാസ്യ കഥാപാത്രങ്ങൾ കിട്ടിയാൽ ചെയ്യാൻ പറ്റുമോ? ചെയ്യാൻ പറ്റുമോ? തോന്നുന്നുണ്ട്. തീർച്ചയായിട്ടും ചെയ്യാൻ പറ്റും തോന്നുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ മണിന്റെ അടുത്തൊരു കാര്യം പറയട്ടെ. മണിക്ക് സമ്മതമാണെങ്കിൽ, പൂർണ്ണ സമ്മതമാണെങ്കിൽ, ഈ കോമഡി സൂപ്പർ നൈറ്റ് 2ന്റെ വേദി മണിക്ക് വേണ്ടി എന്നും ഈ വാതിൽ തുറന്നിട്ടിരിക്കും. മണിക്ക് എപ്പോൾ വേണമെങ്കിലും കോമഡി സൂപ്പർ നൈറ്റ് 2ൽ വരാനും ഇവരുടെ കൂടെ പ്രോഗ്രാം ചെയ്യാനും അവസരം ഉണ്ടാവും. മണി പറഞ്ഞു മണിക്ക് ഒരുപാട് സിനിമകളിൽ അഭിനയിക്കാൻ താല്പര്യമുണ്ട്, ഒരുപാട് കഥാപാത്രങ്ങൾ ചെയ്യാൻ ആഗ്രഹമുണ്ട് എന്നൊക്കെ. തീർച്ചയായിട്ടും മണിയുടെ എല്ലാ ആഗ്രഹങ്ങളും നടക്കട്ടെ എന്ന് വളരെ ആത്മാർത്ഥമായിട്ട് ആശംസിക്കുകയാണ്. അതുമാത്രമല്ല, മണിക്ക് ഏറെ ഇഷ്ടമാണ് നിവിൻ പോളിൻ്റെ കൂടെ അഭിനയിക്കാനും, മമ്മൂക്കാൻ്റെ കൂടെ അഭിനയിക്കാനും, ലാലേട്ടനെ വീണ്ടും നേരിട്ട് കാണാനും, അദ്ദേഹത്തിൻ്റെ കൂടെ ഇനിയും അഭിനയിക്കാനും ഒക്കെ. എല്ലാം തീർച്ചയായും ഉടൻ തന്നെ നടക്കും എന്നാണ് വിശ്വാസം. സന്തോഷമായില്ലേ മണിക്ക്? സന്തോഷമായി. അപ്പോൾ നമ്മുടെ കോമഡി സൂപ്പർ നൈറ്റിന്റെ ഈ വേദിയിൽ എത്തിച്ചേർന്ന മണിച്ചേട്ടന് വേണ്ടിയിട്ട് നമ്മുടെ ഒരു സമ്മാനം. അതെ, നമ്മുടെ ഒരു സ്നേഹ സമ്മാനമാണ്. പറക്കാട് ജുവൽസ് നൽകുന്ന തങ്കത്തിൽ പൊതിഞ്ഞ ആനക്കുട്ടൻ ഇത്തവണ മണിക്കുട്ടനാണ്.
അപ്പൊ കോമഡി സൂപ്പർ നൈറ്റ് 2ന്റെ വേദിയിൽ മണി ഇനി ഉടൻ തന്നെ വരാൻ പോവാണ്. മണിക്ക് എന്താണ് ഇപ്പൊ തോന്നുന്ന ഫീല്? പറ, എല്ലാരും ഓഡിയൻസ് എല്ലാരും കാത്തിരിക്കാണ്. മണി എന്താ പറയാൻ പോണെന്ന്? എനിക്ക് എന്താ പറയണെന്ന് എനിക്ക് കിട്ടുന്നില്ല. സന്തോഷം കൊണ്ട് ഇരിക്കാൻ വയ്യ, നിക്കാൻ വയ്യ, ഒന്നും വയ്യ മണിക്ക്. പുതിയ അതിഥികളും പുതിയ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. ഇത് കോമഡി സൂപ്പർ നൈറ്റ് 2.